ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൻ റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീൻ പീര പറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ രുചിയായിട്ടുള്ള ഒരു മീൻ പീര പറ്റിച്ചതാണ്. നമ്മൾ പലതരത്തിൽ മീൻ പീര പറ്റിക്കാറുണ്ട്. പിന്നെ അതുപോലെ മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലും പ്രത്യേകതയുണ്ട്. കൂടുതൽ മുള്ളില്ലാത്ത മീനാണ് നമ്മൾ മീൻ പീര പറ്റിക്കാൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ മീൻ പീര പറ്റിച്ചത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഞാൻ സ്രാവ് മീനാണ് മീൻ പീര പറ്റിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് വലിയ കഷ്ണങ്ങളായിട്ടുള്ള സ്രാവ് മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ സ്രാവും മീൻ പീര പറ്റിക്കാനായിട്ട് വളരെ നല്ലതാണ്. മീഡിയം വലിപ്പമുള്ള തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതുപോലെ ഒരു 6-7 ചെറുള്ളി ചതച്ചെടുത്തത്. ഇതെല്ലാം ഞാൻ ചതച്ചാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ 2 വലിയ പച്ചമുളക് ചതച്ചത് അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തത് ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇത് കുഴച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്താൽ അത് അരഞ്ഞു പോകും. അതുകൊണ്ട് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതിയാകും. പിന്നെ ഞാനൊരു കുടംപുളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് നമുക്കൊരു പാനിലേക്ക് ഇടാം. അതിനുശേഷം വൃത്തിയാക്കി വെച്ച മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചി നന്നായിട്ട് ചതച്ചതിലേക്ക് ചേർക്കുക. പിന്നെ അറ്റം പിളർന്ന 2 പച്ചമുളകും കൂടി ചേർക്കുക. എരിവിനുള്ള പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മീൻ കഷ്ണങ്ങളൊക്കെ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. നമ്മൾ പീര പറ്റിക്കുമ്പോഴേക്കും ചെറിയ മത്സ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. കൊഴുവ, നത്തോലി കൊഴുവ, പിന്നെ അതുപോലെ ചെറിയ മത്തി, ഇതൊക്കെയാണ് നമ്മൾ പീര പറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുള്ളൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മുള്ള് വായിൽ കുത്തിക്കൊള്ളും എന്നുള്ള ഭയം കൊണ്ട് കുട്ടികൾ സാധാരണ അത് കഴിക്കാറില്ല. ഈ സ്രാവ് മീനാണെങ്കിൽ അതിൻ്റെ മുള്ള് പേടിക്കേണ്ട കാര്യമില്ല, വായിലൊന്നും കുത്തിക്കൊള്ളൊന്നുമില്ല. അത് തന്നെയല്ല, അതിൻ്റെ മാംസം വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുത്തി പൊടിച്ച് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് എടുത്ത് ഈ കറിയിൽ നിന്ന് എടുത്ത് മാറ്റാം. പുളി മാറ്റിയതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് നന്നായിട്ട് കുഴച്ച് തിരുമ്മി നല്ല സോഫ്റ്റാക്കി എടുത്തത്. അപ്പോൾ പച്ചമുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് ഈ തേങ്ങയുമായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്തതുകൊണ്ട് തേങ്ങയെല്ലാം പാലും കുറച്ചൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്ലിൽ വെച്ച് ഒതുക്കുന്ന പോലെ തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇത് തുറന്ന് വെച്ച് ഈ തേങ്ങയും ഈ മീനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഈ തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് മീനുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡെസേർട്ട് സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മീൻ പീരയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മീൻ പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ പീര പറ്റിച്ചതാണിത്. സ്രാവ് മീനിൽ മീൻ പീര പറ്റിച്ചാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഈ ചെയ്ത രീതിയിൽ ഈ മീൻ പീര പറ്റിച്ചാൽ വളരെ ഡെലീഷ്യസ് ആണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് വയറ് നിറച്ചുണ്ണാനായിട്ട്. വളരെ ടേസ്റ്റായിട്ടുള്ള
ഒരു മീൻ പീര പറ്റിച്ചതാണിത്. മുള്ളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും ഇത് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. ഞാൻ ഇതിനകത്ത് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.